സുപ്രഭാതം. ട്രഡീഷണലി കേരളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചൊവ്വാഴ്ചയാണ്, ഏകാദശിയാണ്. ഇന്ന് ചെയ്ത പൂജയും പിന്നെ കുടുംബദൈവങ്ങളെ ഞാൻ എങ്ങനെയാണ് ആരാധിച്ചു പോരുന്നത് എന്നുമാണ് വീഡിയോയിൽ പറയുന്നത്. 4:30 എഴുന്നേറ്റു, കുളിച്ച് റെഡിയായി വന്നു, പൂജാമുറി വൃത്തിയാക്കി, വിളക്കുകളെല്ലാം കൊളുത്തി. ഇന്ന് ഏകാദശി ആയതുകൊണ്ട് ഭഗവാന് നെയ് വിളക്ക് തെളിച്ചു, തുളസി മാല ചാർത്തി. മാല കെട്ടിയിട്ട് ബാക്കിയുള്ള തുളസി ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിച്ചു. അലങ്കാരങ്ങളൊക്കെ ചെയ്തു, ധൂപാരാധന ചെയ്തു, നിവേദ്യം നൽകി സന്തോഷത്തോടെ ഇന്നത്തെ പൂജകളെല്ലാം ചെയ്തു തീർത്തു. നമ്മൾ എത്രയൊക്കെ ദൈവങ്ങളെ ആദരിച്ചാലും നമ്മുടെ കുടുംബദേവതകളുടെ അനുഗ്രഹമാണ് നമുക്ക് ആദ്യം വേണ്ടത്. എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ കുടുംബദേവതകളോട് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് മറ്റുള്ള ദൈവങ്ങളോട് പ്രാർത്ഥിക്കേണ്ടത് എന്ന് പറയുന്നു. കുടുംബദേവത ആരാധനയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുക്കുന്നത് ഓടിൻ്റെ ഒരു കലശം അല്ലെങ്കിൽ ഒരു കുടമാണ്. സൗകര്യമനുസരിച്ചിട്ട് ഓടോ പിച്ചളയോ ചെമ്പോ എടുക്കാം. ഒരു പലകയിലോ പീഠത്തിലോ തട്ടത്തിൽ നമുക്കത് വെക്കാം. രാവിലെ പൂജാമുറി വൃത്തിയാക്കുമ്പോൾ തലേ ദിവസം നമ്മൾ വെച്ച കുടത്തിലെ വെള്ളം വീടിനകത്തും മുറ്റത്തും തളിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. വീടിൻ്റെ അകത്ത് ഭിത്തിയുടെ സൈഡിലും പ്രധാനമായി മെയിൻ ഡോറിൻ്റെ വാതിൽപ്പടിയിലും 2 സൈഡിലുമാണ് തളിക്കുന്നത്. വെള്ളത്തിൽ നമ്മൾ പച്ചക്കർപ്പൂരം ചേർക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് നമ്മൾ ചവിട്ടാത്തടത്ത് വേണം വെള്ളം തളിക്കാനായിട്ട്. മുറ്റത്താവുമ്പോഴത്തേക്കും കുഴപ്പമില്ല, പെട്ടെന്ന് തന്നെ അത് വലിഞ്ഞു പൊക്കോളും. പിന്നെ വാതിൽപ്പടിയിലും ഡോറിൻ്റെ 2 സൈഡിലും നമ്മൾ ചവിട്ടാറില്ലല്ലോ, വാതിൽപ്പടിയിൽ ചവിട്ടാറില്ലല്ലോ. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മാത്രം നമ്മൾ തളിക്കുക. പിന്നെ വാലായ്മയുള്ളപ്പോഴത്തേക്ക് വീടിൻ്റെ അകത്ത് തളിക്കേണ്ട, മുറ്റത്ത് മാത്രം തളിക്കുക. വെള്ളം തളിച്ചതിന് ശേഷമാണ് വാതുക്കൽ വിളക്ക് വയ്ക്കുന്നത്. കുടം കഴുകി പുതിയ വെള്ളം വെച്ചതിന് ശേഷം പൂജാമുറിയിൽ വിളക്ക് വയ്ക്കുന്നത്. വിളക്ക് തെളിച്ചതിന് ശേഷം കുടത്തിലെ വെള്ളത്തിൽ പനിനീര്, പച്ചക്കർപ്പൂരം എന്നിവ ചേർക്കും. അതിനുശേഷം ദൈവങ്ങളെ വിചാരിച്ചിട്ട് മഞ്ഞളും കുങ്കുമവും ഭസ്മവും ചേർക്കും. ദേവിയും മഹാദേവനുമാണ് കുടുംബദൈവങ്ങൾ. അതായത് ഭർത്താവിൻ്റെ വീട്ടിലേത് ദേവിയും എൻ്റെ അച്ഛൻ്റെ വീട്ടിലേത് എൻ്റേത് മഹാദേവനുമാണ്. 2 പേരെയും പ്രാർത്ഥിക്കും. അപ്പോൾ മഹാദേവനെ വിചാരിച്ചിട്ട് ഭസ്മവും ദേവിയെ വിചാരിച്ചിട്ട് മഞ്ഞളും കുങ്കുമവും ചേർക്കും. പൂക്കൾ കൊണ്ട് അലങ്കരിക്കും. ധൂപ ദീപ കർപ്പൂര ആരാധന ചെയ്യുമ്പോൾ ആദ്യം ഗണപതി ഭഗവാനെ, പിന്നീട് കുടുംബദൈവങ്ങളെ, പിന്നെ ഇഷ്ടദൈവത്തിന്, പിന്നെ ബാക്കി എല്ലാവർക്കും. ഇതാണ് രീതി. ഇതൊന്നും ചെയ്യുന്നില്ല, പ്രാർത്ഥിക്കുക മാത്രമാണ് ചെയ്യുന്നതെങ്കിലും ഇതാണ് രീതി. കുടത്തിലെ വെള്ളം എല്ലാ ദിവസവും മാറ്റുന്നതാണ് ഉചിതം. പൂക്കളും പുതിയത് വയ്ക്കുക. കുടുംബദൈവങ്ങൾ ആരെന്നറിയാത്തവർ കുടുംബദൈവങ്ങളെ, പരദൈവങ്ങളെ കാത്തുരക്ഷിക്കണം, നേർവഴി കാട്ടണം എന്ന് പ്രാർത്ഥിക്കുക. ഉറപ്പായും നമ്മളെ കാത്തുരക്ഷിക്കും. നമുക്ക് അത് അനുഭവത്തിൽ വരികയും ചെയ്യും. പിന്നെ ഏത് കാര്യവും തുടങ്ങാൻ എളുപ്പമാണ്, അത് നിലനിർത്തി കൊണ്ടുപോകുന്നതാണ് വിഷമം. കുറച്ച് ദിവസം ചെയ്തു കഴിഞ്ഞിട്ട് അത് ഉപേക്ഷിക്കരുത്. പകരം നമുക്ക് അത് എക്കാലവും ചെയ്യാൻ പറ്റുന്നതാണോ എന്ന് പലവട്ടം ചിന്തിച്ചതിന് ശേഷം തുടങ്ങുക. നിങ്ങൾക്ക് എക്കാലവും ചെയ്യാൻ പറ്റുന്ന ഒരു രീതി തിരഞ്ഞെടുക്കുക. ഇതാണ് ഞാൻ ചെയ്യുന്ന രീതി. പ്രാർത്ഥിക്കുക മാത്രമാണ് ചെയ്യാൻ പറ്റുന്നതെങ്കിൽ അങ്ങനെ ചെയ്യുക. പിന്നെ കുടുംബക്ഷേത്രത്തിൽ പോകാൻ പറ്റുന്ന അവസരങ്ങളിലെല്ലാം പോയി പ്രാർത്ഥിക്കുക. എന്താണോ നമ്മളെക്കൊണ്ട് അവിടെ ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യുക. എല്ലായ്പ്പോഴും കാവലായവർ ഉണ്ടാവും, നല്ലതേ വരൂ. കുടുംബദൈവങ്ങളെ ആരാധിക്കുന്നത് വഴി നമ്മുടെ പിതൃക്കളുടെ അനുഗ്രഹം കൂടി നമുക്ക് ലഭിക്കും. ഇനി കുടത്തിലെ വെള്ളത്തിൽ ചേർക്കാനായിട്ട് പനിനീരും പച്ചക്കർപ്പൂരവും ഒന്നും ഇല്ലാത്തവർ അതിനുവേണ്ടി വിഷമിക്കേണ്ട കാര്യമില്ല. കുടത്തിൽ വെള്ളം നിറച്ചിട്ട് നമ്മുടെ കയ്യിൽ എന്ത് പൂവാണോ ഉള്ളത് ആ പൂവ് വെച്ചിട്ട് നമ്മൾ ദൈവത്തിനെ പ്രാർത്ഥിക്കുക. എന്തായാലും എല്ലാ ദിവസവും നമ്മൾ അവരെ ഓർക്കുക, അവരോട് പ്രാർത്ഥിക്കുക. പൂജാമുറി ഉണ്ടെങ്കിൽ അതിലൊരിടം അവർക്കായിട്ട് നൽകുക. ഇത്രയും മാത്രം നമ്മൾ ചെയ്താൽ മതി.
ഇങ്ങനെയൊക്കെയാണ് കുടുംബദേവത ആരാധനയെ പറ്റിയുള്ള എൻ്റെ അറിവും ഞാൻ ചെയ്യുന്ന രീതികളും. ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. എല്ലാവർക്കും ശുഭദിനം. നന്ദി.